ഈ ബില്ലിനെ പൂർണ്ണമായും പിന്താങ്ങുകയാണ്. നമുക്കറിയാവുന്ന പോലെ കേരള എന്നുള്ളത് മാറ്റി കേരളം എന്ന പേര് മാറ്റിയിരിക്കുന്നു. സ്വന്തം പേരിലേക്കുള്ള ഒരു മാറ്റമാണ്. സാറേ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ ഷർട്ട് 1.5 വർഷക്കാലം മുമ്പ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഈ ഷർട്ട് ഞാൻ ഇവിടെ ഇടുന്നത്. അതിടാനുള്ള കാരണം ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ടാണ്. ഈ ഷർട്ടിൽ ഏതെങ്കിലും ഒരു ഡിസൈനല്ല, പക്ഷേ മലയാളത്തിൻ്റെ അക്ഷരങ്ങളാണ് ഈ ഷർട്ടിലുള്ളത്. ഈ ഓരോ അക്ഷരത്തിനും ഒരു കഥയുണ്ട്. മലയാളത്തിലെ ഓരോ അക്ഷരത്തിനും അതിനൊരു സംസ്കാരമുണ്ട്. ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ അവിടുത്തെ ജനതയുടെ ഒരാത്മാവുണ്ട്. എൻ്റെ ഷർട്ടിൽ മലയാളമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ കേരളമുണ്ട്, എൻ്റെ നിലപാടിൽ എന്നും കേരളമായിരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. സാറേ, നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ പാട്ടുകളിൽ കേരളമുണ്ട്, നമ്മുടെ കവിതയിൽ കേരളമുണ്ട്, നമ്മുടെ സംഭാഷണത്തിൽ കേരളമുണ്ട്, നമ്മുടെ സാഹിത്യത്തിൽ കേരളമുണ്ട്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിന് പല ഇൻഡെക്സിലും മുന്നിലാണ്. ഇന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ പോലും മാതൃകയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പല കാര്യത്തിലും. ഇന്ന് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ തലസ്ഥാനം എന്ന് ചോദിച്ചാൽ, ബൗദ്ധിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, അത് കേരളം തന്നെയാണ്. ആ കേരളം അതെങ്ങനെ നേടി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കഠിനാധ്വാനത്തിൽ കൂടിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാവുന്ന പോലെ മാതാപിതാക്കളുടെ കഠിനാധ്വാനം, അധ്യാപകരുടെ കഠിനാധ്വാനം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനമുണ്ട്. ആ വിദ്യാർത്ഥികളെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ ബഹുഭൂരിപക്ഷവും പ്രൊഫഷണലായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പോയിട്ടുള്ളത്. ആ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ, പൊതുവേ പറയുമ്പോൾ നമുക്ക് അത് മെഡിസിനായും എഞ്ചിനീയറിംഗുമായും അതോടൊപ്പം തന്നെ അത് നഴ്സിംഗുമായി, ഈ 3 മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ പോയിട്ടുള്ളതും. പക്ഷേ ഇന്ന് അവിടെയുള്ള യുവാക്കൾ ഇന്ന് വലിയ ഒരു വിഷമഘട്ടത്തിൽ കൊണ്ട്, ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു വിഷമഘട്ടം ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിനെ പറ്റി നല്ല വാക്കുകൾ പറയുമ്പോൾ എന്താണ് വിഷമം എന്ന് ചിലപ്പോൾ സാറ് ആ ചെയറിൽ നിന്ന് എന്നോട് ചോദിക്കാം. ആ വിഷമം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇന്ന് മെഡിസിൻ എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് എടുത്താലും അതുപോലെ തന്നെ നഴ്സിംഗ് എടുത്താലും ദേശീയ തലത്തിലുള്ള പരീക്ഷകളാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി ആ പരീക്ഷകളെല്ലാം ഒരു പരാജയമായ, സിസ്റ്റത്തിൽ ഒരു വിശ്വാസമില്ലാതെയായി പോയി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന. ആ യുവാക്കളൊക്കെ ജന്തൻ മന്ദിൽ വന്ന് അവരതിനു വേണ്ടി വാദിക്കുന്നുണ്ട്. ആ വാദിച്ചപ്പോൾ അടിച്ചമർത്താൻ നോക്കി, ആ അടിച്ചമർത്താൻ നോക്കുമ്പോൾ അതിനൊരു മറുപടി പറയുന്നുണ്ട്. അതിന്